അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരുവാനായിട്ട് കർത്താവ് സഹായിച്ചതോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്കത് പഠിക്കാനായിട്ട് ദൈവം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഠിപ്പിക്കാനായിട്ട് ദൈവത്തിന് മനസ്സും തോന്നുന്നു. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന വിനയമുള്ളവരാണെങ്കിൽ ദൈവം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുവാൻ മനസ്സുള്ളവനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഗാഡ് ഈസ് ഹാപ്പി ടു ടീച്ച് അസ്. ഇത് ആർക്ക് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്തിരിക്കുന്നത്? ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഫോർ അസ്, ഇല്ലേ? നമുക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയട്ടെ. ഒന്നാമത് വി നീഡ് ടു ലേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയാനുള്ള വിനയം നമുക്ക് വേണം. അത് തന്നെയല്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് തെറ്റായ വഴിയിലൂടെയാണെങ്കിൽ ആ വഴി വിട്ടിട്ട് മടങ്ങി വന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയിലേക്ക് പോകാനായിട്ട് നമ്മൾ തയ്യാറാകണം. എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് ഒന്നാമത് പറയുന്നത് എന്താണ്? എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ്. പരീശൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കരുത്. പരീശന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ സ്വയനീതിയിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രാർത്ഥന നമ്മുടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോടായിരിക്കണം. ഊഷ്മളമായ ഒരു ബന്ധം കർത്താവുമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ ജൽപ്പനം ചെയ്യുന്നു. അവരെ ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്തോ പറയുന്നെന്നുള്ളത്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ജൽപ്പനമാകരുത്. നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ നമ്മുടെ തലയിലൂടെ കയറി ഹൃദയത്തിലൂടെ കയറി അതെന്താണെന്നുള്ള തിരിച്ചറിവോടുകൂടെ സെൻസിബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ജോൺ ബെനിയൻ പറഞ്ഞത് പ്രേയർ ഷുഡ് ബി സെൻസിബിൾ. അപ്പോൾ സെൻസിബിൾ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. തന്നെയല്ല, അതിന് ഒരു വി ഷുഡ് ബി സെൻസിറ്റീവ് ടുവേർഡ്സ് ഗാഡ്. ആൻഡ് ദൈവത്തോട് നമ്മൾ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കണം. ദൈവമായിട്ടുള്ള ഒരു ആ ബന്ധം നമ്മൾ സൂക്ഷിക്കണം. ഹൃദയത്തിൽ നിന്നായിരിക്കണം. തലയിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉള്ള വാക്കുകളാണ് വാസ്തവത്തിൽ ജൽപ്പനമല്ലാത്ത ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് ജാതികളുടെ ചിന്തയാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ആൻഡ് അഗെയിൻ, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധി കൊണ്ടുചെന്ന് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആഗ്രഹങ്ങൾ പറയാനേ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കല്ല അറിയാവുന്നത്, ദൈവത്തിനാണ് അറിയാവുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ മാറ്റിയിട്ട് അവന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അറിയാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ കഴിയണം. അതുപോലെ എങ്ങനെ പ്രാർത്ഥന ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം, നമ്മളുടെ ചിന്തകൾ ശുദ്ധമായിരിക്കണം, നമ്മളുടെ അന്തരാത്മാവ് തന്നെ ശുദ്ധമായിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. നമുക്ക് സമയമനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പറയാനായിട്ട് പരിശ്രമിക്കാം. അതുപോലെ നമ്മൾ പാപങ്ങളുടെ ഉപേക്ഷണം അത്യാവശ്യമാണ്. ഭോഗേച്ഛകളോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല. അവന്റെ ഇഷ്ടം മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അവന്റെ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കണം. അവന്റെ ഇഷ്ടം പ്രാർത്ഥിക്കണമെങ്കിൽ അവന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. അവന്റെ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവനിൽ ചേർന്ന് വസിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകണം എന്നാണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി അവന്റെ വചനം നമ്മൾ വസിക്കണം. അവന്റെ വചനം എന്ന് പറയുന്നത് അവന്റെ ഹൃദയമാണ്. കാര്യം എന്റെ വായിലൂടെ ഞാൻ സംസാരിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ എക്സ്പ്രഷനാണ്. ഇതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന അവന്റെ വചനം എന്ന് പറയുന്നത് തീർച്ചയായും അവന്റെ ഹൃദയമാണ്. അതുകൊണ്ട് അവന്റെ ഹൃദയം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അവന്റെ വചനം നമ്മൾ തിരിച്ചറിയാന്നുള്ളത്, അവന്റെ വചനം നമ്മളിൽ വസിക്കുക എന്നുള്ളത്. ഇഫ് യു അബൈഡ് ഇൻ മീ ആൻഡ് ഇഫ് മൈ വേർഡ് അബൈഡ്സ് ഇൻ യു ദെൻ യു ആസ്ക് എനിത്തിങ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഗിവ് യു. എന്തുകൊണ്ടാണ്? എന്തും ചോദിച്ചു. ആദ്യം പറഞ്ഞ അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞാൽ അത് പ്രാർത്ഥിക്കണം. രണ്ടാമത് പറയാണ് നിനക്ക് എന്തോ ഇഷ്ടമാണെങ്കിലും പ്രാർത്ഥിച്ചോളാൻ. പക്ഷേ രണ്ടാമത്തെ കാര്യം വരുന്നതിന് മുമ്പുള്ള ഒരു പ്രീ റിക്വിസിറ്റ് എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിക്കുക. അങ്ങനെ വസിക്കുമ്പോൾ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നമ്മുടെ ഇച്ഛകളെ തന്നെ കർത്താവ് ശുദ്ധീകരിച്ചിട്ട് അവന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടമല്ല, ശരിക്കും നമ്മുടെ ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്, ദൈവത്തിനും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിലുള്ള ഒന്നായിത്തീരുന്നതായ ഒരു സ്റ്റേജ്. അപ്പോൾ അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. അവന്റെ ഇഷ്ടമറിയാൻ അവനിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവന്റെ വചനം നമ്മളിൽ വസിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പാരഡോക്സസ് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കാൻ സമയമനുസരിച്ച് നമുക്ക് പറയാം. 2 പാരഡോക്സസ് ആണ്. പാരബിൾസ് നമ്മൾ പറയുമെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സ്നേഹിതൻ 3 അപ്പം വായ്പ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല. അങ്ങനെ പലപ്പോഴും ആളുകൾ വന്ന് പഠിപ്പിക്കുന്നത് അല്ലേ.
ആളുകൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തെ മുത്തിമുട്ടിക്കുമ്പോൾ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ വയ്യാതെ എഴുന്നേറ്റ് വന്ന് തരും. പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനല്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന് അങ്ങനെ ആയിരിക്കാം, പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ അല്ല. ദൈവത്തെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ദൈവം അത് തരാനായിട്ട് ഒരുക്കമുള്ളവനാണ്. അതുപോലെ വൃതന്മാരുടെ കാര്യത്തിലും ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും ദൈവം ദീർഘക്ഷമയുള്ളതെന്നുള്ള വാക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. അതായത് സുവിശേഷ വിരോധികളെല്ലാം കൊല്ലാനായിട്ട് ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുമൊന്നുമല്ല. അവൻ ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും തൻ്റെ വൃതന്മാരുടെ കഷ്ടതയും ദുരിതവും ഒരുപക്ഷെ മരണവും തുടർമാനമായി സംഭവിക്കുന്ന സമയത്ത് ദൈവത്തിന് ഇന്റർവീൻ ചെയ്തേ പറ്റുള്ളൂ. അതിന് ദൈവം ഇന്റർവീൻ ചെയ്യുമെന്നുള്ളതിന് നിങ്ങൾക്ക് സംശയം വേണ്ട. അനീതിയുള്ള ന്യായാധിപൻ പോലും വിധവയെ പേടിച്ച് അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് എത്ര അധികമായിട്ട് ആ കാര്യം ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ആ അനീതിയുള്ള ന്യായാധിപനെ പോലെ ആണെന്നല്ല, അനീതിയുള്ള ന്യായാധിപനെ പോലെ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഉപമ എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ ശരി എന്താണ്? അതൊരു പാരഡോക്സ് ആണ്. അതായത് അവനെ പോലെ അല്ല, ആ അനീതിയുള്ള ന്യായാധിപനെ പോലെ അല്ല ദൈവം. അതിന്റെ ആവശ്യം പോലും ഇല്ല. വിധവ കിടന്ന് കഷ്ടപ്പെട്ട് പല പ്രാവശ്യം അവനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് അയാൾ അത് ചെയ്തു കൊടുത്തത്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ജസ്റ്റ് ആസ്ക്, അത്ര മാത്രമാണ് പറയുന്നത്. ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ ഇതേപോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം നമുക്ക് കുറെ കൂടെ ഡീപ്പായിട്ട് എപ്പോഴെങ്കിലും, അതായത് ഇതിങ്ങനെ അടുക്കി ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ഞാൻ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചേച്ച് പോകാൻ മാത്രമല്ല നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് വചനം എന്തായി തീരണം, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആത്മാവും ജീവനുമായി തീരേണ്ടത് ആവശ്യമാണ്. സ്തോത്രത്തോടുകൂടെ അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നോക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുകയാണ് വേണ്ടത്. നമ്മളെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം വെറും വാക്കുകളായി വരുന്നതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആളുകൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സഹോദരന്മാരെ, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യണം. കർത്താവ് എനിക്ക് കാറ് കിട്ടിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കർത്താവ് കാറ് തരും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികത എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം ആത്മാവാകാത്തതിന്റെ പ്രോബ്ലമാണ്. എന്താ അതിന്റെ അർത്ഥം? സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ കൂട്ടത്തിലുള്ള സ്തോത്രം കൂടെ പറയുന്നതാണോ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിലുള്ള സ്തോത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം തരാതിരിക്കാൻ പറ്റുമോ? കാര്യം സ്തോത്രത്തോടുകൂടെ അറിയിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്ര വേണ്ടത്. അങ്ങനല്ല അതിന്റെ അർത്ഥം. ഈ വാക്യം അത് തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒന്നിനെക്കുറിച്ചും അവിടുന്ന് അതിന്റെ തുടക്കം, അവിടെ തൊട്ട് തുടങ്ങാതെ രണ്ടാമത്തെ വാക്യം വായിച്ചിട്ട് യാതൊരു അർത്ഥമില്ല. നമ്മളുടെ പ്രാർത്ഥനകളുടെ ഒരു വലിയ പ്രത്യേകത എന്നറിയാമോ? നമ്മളുടെ പ്രാർത്ഥന പലപ്പോഴും ഇറ്റ് ഇസ് നോട്ട് ഔട്ട് ഓഫ് ഫെയ്ത്ത്, ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ഫിയർ. നമ്മളുടെ പ്രാർത്ഥന പലപ്പോഴും വിശ്വാസത്തിൽ നിന്നല്ല, ഭീതിയിൽ നിന്നാണ്. ഭീതിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിചാരപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. വെൻ ഐ ഫിയർ സംതിങ് ഐ വറി നാച്ചുറലി. എനിക്ക് എന്റെ ഭാവിയെക്കുറിച്ച് പേടിയാണെങ്കിൽ ഞാൻ ഭാവിയെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് വിചാരപ്പെടുന്നത്? ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പേടിയുള്ളതുകൊണ്ടല്ലേ. പേടിയില്ലെങ്കിൽ വല്ല വിചാരം ഉണ്ടാവും, എന്തെങ്കിലും നടക്കട്ടെ, എന്തെങ്കിലും നടക്കട്ടെ, ഐ ഡോണ്ട് കെയർ വാട്ട് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഐ നോ മൈ ഫ്യൂച്ചർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ് എന്ന് കൃത്യതയോടുകൂടെ പറയുന്ന ആളുകൾക്ക് എന്തില്ല? പേടിയില്ല. പക്ഷേ 90% ആളുകളും പ്രാർത്ഥിക്കുന്നത് പേടിയിൽ നിന്നാണ്. അപ്പോൾ ഭീതിയിൽ നിന്നുള്ള പ്രാർത്ഥന ജാതികളുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമായ പ്രാർത്ഥനയാണ്. ഭീതിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവികമായ ഒരു പ്രാർത്ഥനയല്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് നിങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കണമെന്ന് പറയുമ്പോൾ ഈസ് നോട്ട് ആസ്കിങ് യു ജസ്റ്റ് ടു റിപ്പീറ്റ് എ വേർഡ് ലൈക്ക് പ്രൈസ് ദി ലോർഡ്, ഐ പ്രൈസ് ഗോഡ് ഫോർ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയുന്നതിനകത്തല്ല, വാക്കുകളല്ല അതിനകത്തെ അർത്ഥം. എന്താണ് ആ സ്തോത്രം? നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന, ഞാൻ ഐ വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ സേ റിജോയ്സ്, ലെറ്റ് ഓൾ men know your forbearance, for the Lord is at hand. Have no anxiety about anything, but in everything by prayer and supplication with thanksgiving let your request be made known to God. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വിത്ത് താങ്ക്സ് ഗിവിംഗ് എന്നാണ്. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്തോത്രം എന്നുള്ളൊരു വാക്ക് കൂടുന്നതല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് നന്ദിയാണ്. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ. നന്ദി ഉണ്ടാകണമെങ്കിൽ, താങ്ക്സ് ഉണ്ടാകണമെങ്കിൽ, നന്ദി ഉണ്ടാകണമെങ്കിൽ പരാതി ഉണ്ടാകാൻ പാടില്ല. പരാതിയുള്ളവന് നന്ദി പറയുമോ? പരാതിയുള്ള ഒരു വ്യക്തിക്ക് നന്ദി പറയാൻ പറ്റത്തില്ല. Am I right? ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ മാത്യുവിനോട് ഇന്നലെ പറയായിരുന്നു, ഞാൻ ഇപ്രാവശ്യത്തെ ഗുഡ് ന്യൂസിന് വേണ്ടി എഴുതിയ കൂട്ടത്തിൽ അബ്ശാലോമിനെ കുറിച്ച് എഴുതിയത്. അബ്ശാലോമിന് രാജാവാണെന്ന് വലിയ ആഗ്രഹം. അതൊക്കെ പോട്ടെ,
അതിനകത്ത് രാജാവാകണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ അവൻ കൂട്ടുപിടിച്ച ആരെയാണെന്നറിയാമോ? വലിയ രസമാണ് അവിടെ 2 ശമൂവേൽ 15-ാം അധ്യായം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്. വ്യവഹാരത്തിന് വരുന്നവരെയാണ് അവൻ പോയി ആദ്യം കാണുന്നത്. നേരം വെളുക്കുമ്പോഴേ അവൻ എഴുന്നേറ്റ് പോയി നിൽക്കും. ആരൊക്കെയാണ് രാജാവിന്റെ അടുത്ത് വ്യവഹാരത്തിന് വരുന്നത്? കോർട്ടിൽ കേസുമായിട്ട് വരുന്ന ആരൊക്കെയാണ്? എന്നിട്ട് അവനെ വഴിയുന്നേ കാണുമ്പോൾ ചോദിക്കും, മോനെ നീ എവിടുത്തുകാരനാടാ? ഓ, എന്തൊരു സ്നേഹമാണെന്നറിയാമോ? ഞാൻ പറയട്ടെ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഈ സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ പ്രവർത്തിക്കാനുള്ളതല്ല, അല്ലാതെ പറയാനുള്ളതല്ല. ഈ ഭയങ്കര അനുകമ്പയുടെ വാക്കുകളും കൊണ്ട് വരുന്ന ആളുകളെ ശ്രദ്ധിക്കണം. ഇവന്റെ ഒന്നും ഹൃദയത്തിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓ, ഞാൻ ആയിരുന്നെങ്കിൽ. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ കാര്യം വളരെ നീതിയും ന്യായവും ഉള്ളത്. പക്ഷെ എന്തോ പറയാനാ, നിന്നെ സഹായിക്കാനായിട്ട് രാജാവാരെ വാക്കിട്ടില്ലല്ലോ. ഞാനെങ്ങാണോ ആയിരുന്നെങ്കിൽ ഇത് തിരിച്ചു മറിച്ച് വെച്ചേന്. ഇതാണ് അബ്ശാലോം പോയി പറയുന്നത്. ഈ അബ്ശാലോം മിനിസ്ട്രിയുമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അബ്ശാലോം മിനിസ്ട്രി, ഞാൻ പേര് തന്നെ ഇട്ടിരിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? അസംതൃപ്തരായ ആളുകളുടെ അടുത്ത് ചെന്ന് തിരികൊളുകയാണ്. പക്ഷെ അബ്ശാലോമിന് ആരെ മാത്രമേ കൂട്ടുകിട്ടത്തെന്ന് ആലോചിക്കണം. അസംതൃപ്തിയുള്ള, വ്യവഹാരത്തിന് പോകുന്നവരാരാണ്? അസംതൃപ്തിയുള്ളവരാ. സംതൃപ്തനായ ഒരാളും എന്തിനു പോകത്തില്ല? വ്യവഹാരത്തിന് പോകത്തില്ല. ഞാൻ നമ്മളുടെ നവീൻ പ്രധാൻ, നമ്മളുടെ ഋതങ്കിയ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു. ഇപ്പൊ അവൻ വരാമ്പുള്ള വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ചർച്ചിലെ, ഋതങ്കിയ ചർച്ചിലെ, ഒറീസയിലെ ചർച്ചിലെ 22 പേരുടെ വീട്, 20-22 പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നവീന്റെ വീട് അടിസ്ഥാനം വരെ അവരെ ഇളക്കി കളഞ്ഞു. ഞാനും ജെസ്സിയും ഒക്കെ പോയി അവിടെ പോയി കഴിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാനം വരെ, അതായത് അവന്റെ വീടിന്റെ, ചേട്ടന്റെ വീടിനോട് ചേർന്നാണ്. അവിടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു ഭിത്തിയോട് ചേർന്നാണ് അടുത്ത വീട്. ആ ഭിത്തി നിർത്തിക്കൊണ്ട് തീ അങ്ങോട്ട് പിടിക്കാതിരിക്കാൻ അവർ ആദ്യം മുകളിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഉത്തരങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ടിട്ട് അടിസ്ഥാനം വരെ ഇളക്കി തീ കംപ്ലീറ്റ് ഇട്ടിട്ട് കളഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ഇപ്പം വീട് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടവർക്ക് 50,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ നവീനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവനോട് പറഞ്ഞു, നീ വീട് പണി, ഡോണ്ട് വറി അബൌട്ട് മണി, I will arrange money. You just do that. എന്നിട്ട് ഞാൻ ചോദിച്ചു, how much money you got from the government? അപ്പൊ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെന്റ് ആദ്യം പറഞ്ഞത് ആർക്ക് പൈസ കൊടുക്കുന്ന അറിയാമോ? ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആളുകൾ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളവർക്കാണ് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നത്. പക്ഷെ നവീൻ അത് ചെയ്തിട്ടില്ല. എല്ലാവരും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ നവീൻ എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. ഞാൻ ചോദിച്ചു, എന്താ നീ പോലീസിനെ അത് അറിയിക്കാൻ? അല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഇവിടെ ഈ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനിയിൽ ഒറ്റ ഒരുത്തൻ ഈ ഒരു വാക്ക് പറയുമെന്ന് ഞാൻ, നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ബന്ധുക്കോസുകാര് ഇങ്ങനൊരു വാക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ക്ഷമ പറഞ്ഞതാണ് വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. എന്തുകൊണ്ട് അവരെന്റെ വീട് നശിപ്പിച്ചത്? ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ ആൻഡ് ഐ എം ഹാപ്പി. നോക്ക്, അവന് കംപ്ലൈന്റ് ഇല്ല. അപ്പൊ കംപ്ലൈന്റ് ഉള്ളവനാണ് എന്തിനു പോകുന്നത്? വ്യവഹാരത്തിന് പോകുന്നത്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചാണ് അബ്ശാലോം എന്ത് ചെയ്യുന്നത്? കൂട്ടുപിടിക്കുന്നത്. ഇല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഒരു താങ്ക്ഫുൾ ഹാർട്ട് ആണെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് എ താങ്ക്ഫുൾ ഹാർട്ട്, പിശാച് നിങ്ങളെ എന്ത് ചെയ്യാനാണ്? പിശാച് വന്ന് നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? പിശാച് നമ്മളീ പറയുന്ന പോലെ പിശാച് നമ്മളെ കൊമ്പോണ്ട് കൂത്തത്തും പിടിക്കത്തൊന്നുമില്ലല്ലോ. അതാണ് നമുക്ക് പേടി. പക്ഷെ അപകടം എവിടെയാണ്? പിശാചിന്റെ ജോലി എന്ന് പറയുന്നത്, പിശാച് ആദ്യം ചെയ്ത പണി തന്നെ അതാ. ഏതെൻ തോട്ടത്തിൽ ഇത് തന്നെയല്ലേ വന്ന് പറഞ്ഞ്, നിങ്ങൾ ഈ പണിയെല്ലാം എടുക്കും, പക്ഷെ ദൈവം നിങ്ങൾക്കൊന്നും തരത്തില്ല. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല സാത്താൻ ചോദിക്കുന്നത്, അല്ലേ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പണിയൊക്കെ എടുത്തിട്ട് ഹവ്വാമോളെ നീ ഇത്രയും അങ്ങ് ക്ഷീണിച്ചല്ലോ, പക്ഷെ എന്താ ഇതിന്റെ കാര്യം? ഒന്നും തിന്നാനും കിട്ടുന്നില്ല. ദൈവം ഒത്തിരി പണിയെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിക്കും, പക്ഷെ അതിനുള്ള കാര്യങ്ങളും തരത്തില്ല. പിശാച് നമ്മളോട് പറയുന്നത്, ഐ ഡു നോട്ട് ഗെറ്റ് വാട്ട് ഐ ഡിസേർവ്. ഇന്ന് സമൂഹത്തിലെ ആരോട് ചോദിച്ചാലും അവർ പറയുന്നതെന്നറിയാവും, അത് വിശ്വാസിയോ അവിശ്വാസിയോ ആരും ആയിക്കോട്ടെ, അവരെല്ലാം പറയുന്നത് എനിക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ലെന്നാണ്. അല്ലേ? പറ, ഏത് ജോലിക്കാരനോട് ചോദിച്ചു? എത്ര ജോലിക്കാരുണ്ട് പറയുന്നത്, എന്റെ സഹോദര, വാസ്തവത്തിൽ ഈ ഗവൺമെന്റിനെ സമ്മതിക്കണം, എനിക്ക് എന്തുമാത്രം കൂലിയാ തരുന്നത്, ഞാൻ എന്തോ ചെയ്തിട്ടാ ഈ ശമ്പളം എല്ലാം കൊണ്ട് എനിക്ക് തരുന്നത് എന്ന് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞോ, ശോ ഇവരെന്തോ ഓർത്തുണ്ടോ എനിക്ക് ശമ്പളം എല്ലാം തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടുജോലിക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാം പറയുന്നത് എന്താ? ഞാൻ രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടും, എനിക്കുള്ളത് കിട്ടത്തില്ല. ഐ ഡു നോട്ട് ഗെറ്റ് വാട്ട് ഐ ഡിസേർവ്. ഇതൊന്നും വേണ്ട. വീട്ടമ്മ എന്നാ പറയുന്നത്? വീട്ടുജോലിക്കാരുടെ കാര്യം പോണ്ട, വീട്ടമ്മ എന്നാ പറയുന്നത്? വീട്ടമ്മയും പറയുന്നത് തന്നെയാ. നേരം വെളുത്തപ്പത്തൊട്ട് ഈ അടുക്കളയിൽ നിറങ്ങാൻ എനിക്കുള്ള നേരവും കിട്ടുന്നില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത്
എനിക്ക് കാലുവയ്യ കൈവയ്യ എന്തൊക്കെയാണോ എനിക്ക് അറിയാൻ മേല. ഇതെല്ലാം കൂടെ ഐ ഡു എവറിഥിങ് ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് വാട്ട് ഐ ഡിസേർവ്. വീട്ടുകാരനും അത് തന്നെയാണ് പറയുന്നത്. രാവിലെ തൊട്ട് ഓഫീസിൽ പോയി കുത്തിയിരുന്ന ബോസിന്റെ ചീത്തവിളിയും കേട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലും ആരും ഇവിടെ ഇല്ല. ഇല്ലേ? എവ്രിബഡി സേസ്. ഞാൻ ഒരു ആരെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മിൽ അസംതൃപ്തി വിതയ്ക്കുക എന്നുള്ളത് പിശാചിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള തന്ത്രമാണ്. ഏറ്റവും വിജയകരമായി പിശാച് പരീക്ഷിച്ച് ചെയ്തിരിക്കുന്ന തന്ത്രമാണ് നമ്മിൽ അസംതൃപ്തി വിതയ്ക്കുക എന്ന് പറയുന്നത്. അസംതൃപ്തനായ ഒരു വ്യക്തിയാണ് നന്ദിയില്ലാത്ത വ്യക്തി. നന്ദിയുള്ളവൻ എന്തില്ല? അസംതൃപ്തിയില്ല. നന്ദിയുള്ളവൻ സംതൃപ്തനായിരിക്കും. അതുകൊണ്ട് ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞത്, ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആത്മീയനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ദൈവവചനം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥന സ്തോത്രത്തോടുകൂടെ ആയിരിക്കണം, വിത്ത് താങ്ക്സ് ഗിവിംഗ്. കർത്താവെ സ്തോത്രം 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 ഞങ്ങളുടെ കർത്താവെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതല്ല. അത് പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ വെറുതെ സ്തോത്രം പറയുന്നത് തന്നെ ജൽപ്പനമാണ്. വെറുതെ സ്തോത്രം പറയുന്നത് അല്ലേ? വെറുതെ സ്തോത്രം. പിന്നെ വേറെ സ്തോത്രമുണ്ട്, അയ്യോ സ്തോത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വണ്ടി ഇടിക്കാന്ന് വണ്ടിയെ കയറുമ്പോന്നുണ്ട് അയ്യോ സ്തോത്രം സ്തോത്രം അയ്യോ സ്തോത്രം. അയ്യോയും സ്തോത്രവും ഒരുമിച്ച് പോകത്തില്ല, അത് മനസ്സിലാക്കണം. ഒന്നിയിൽ അയ്യോ അല്ലെങ്കിൽ സ്തോത്രം. അയ്യോയും സ്തോത്രവും ഒരുമിച്ച് അല്ലേ എന്ന് പറഞ്ഞു നോക്കിയോ. ഒന്നിയിൽ അയ്യോ എന്ന് പറയുമ്പോ എന്താണ്? സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയാണ് അല്ലേ? അയ്യോയും സ്തോത്രവും എന്ത് ചെയ്യത്തില്ല? ചേർന്ന് പോകത്തില്ല. ഒന്നിയിൽ അയ്യോ പറയണം അല്ലെങ്കിൽ സ്തോത്രം പറയണം. ഇത് രണ്ടും കൂടെ പോകത്തില്ല. അപ്പൊ നമ്മൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എന്ന് പറയുന്നത് വാക്കുകളിലല്ല. എന്താണ്? ഡു യു ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടോ? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ.